أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. ലൂത്ത് നബി അലൈഹിസ്സലാം ചരിത്രം തുടരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം എല്ലാ ദുർഗുണങ്ങളും ചേർന്ന വിഭാഗമായിരുന്നു. അവർ പലതരം പന്തയങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. പക്ഷികളെ ഉപയോഗിച്ചുള്ള പലതരം മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കൊള്ളയും പിടിച്ചുപറിയും സാധാരണയായി തീർന്നു. വഴിയാത്രക്കാരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും അപമാനിക്കുകയും ചെയ്യും. ദുർബലരെ കീഴ്പ്പെടുത്തും. ശക്തിയുള്ളവർ എന്തും ചെയ്യും. വിഗ്രഹാരാധന സർവത്രയുണ്ട്. മദ്യപാനികളുമാണ്. സ്വവർഗരീതിയിലുള്ള ആവേശമാണ് അവരെ ബാധിച്ച ഏറ്റവും നീചമായ കാര്യം. ലൂത്ത് നബി അലൈഹിസ്സലാം അവരിലേക്ക് നിയോഗിക്കപ്പെട്ടു. ആ പ്രവാചകൻ നീചന്മാരുടെ സമൂഹത്തിലേക്ക് ചെന്ന് സതുപദേശം നൽകി. ഏകനായ അല്ലാഹുവിനെ കുറിച്ചു സംസാരിച്ചു. എന്റെ ജനങ്ങളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. ആകാശഭൂമികളുടെ സൃഷ്ടാവ് അല്ലാഹു ആകുന്നു. അവൻ ഏകനാകുന്നു. അവന് പങ്കുകാരില്ല. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവൻ എന്നെ നിങ്ങളിലേക്കുള്ള പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. എന്റെ ജനങ്ങളെ, നിങ്ങൾ നന്മയിലേക്ക് വരുവീൻ. എല്ലാ തിന്മകളും കൈവെടിയുവീൻ. നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്യുക. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവീൻ. സ്വവർഗരീതി അല്ലാഹു ജല്ല ജലാലുഹു വിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ ആ നീചകൃത്യം അവസാനിപ്പിക്കുവീൻ. എങ്കിൽ അവൻ നിങ്ങളെ സന്മാർഗത്തിലേക്കു നയിക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് വരിക. ധിക്കാരികൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല. ഇത്തരം വാക്കുകൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞതെല്ലാം അവർ കളവാക്കി തള്ളി. പ്രവാചകന് താക്കീത് നൽകുകയും ചെയ്തു. ഇത്തരം വാക്കുകൾ ഇവിടെ കേട്ടുപോകരുത്. ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യമനുസരിച്ച് ജീവിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ വരരുത്. പ്രവാചകന്റെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തെ നമുക്ക് നന്നായി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്തു ശുആറയിലെ വചനങ്ങൾ നോക്കാം. ലൂത്തിന്റെ ജനത മുർസലുകളെ വ്യാജമാക്കി. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു കാര്യവും അവർ അംഗീകരിച്ചില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഏകനാകുന്നു. ഞാൻ അവന്റെ റസൂലാകുന്നു. ഈ കാര്യമാണ് അവർ അംഗീകരിക്കേണ്ടത്. അവർ അംഗീകരിച്ചില്ല. കളവാക്കി തള്ളിക്കളഞ്ഞു. ഇനി ആ സന്ദർഭം ഖുർആനിൽ കാണുക. അവരുടെ സഹോദരൻ ലൂത്ത് അവരോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. അതിന്റെ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം ലോകരക്ഷിതാവിലല്ലാതെ മറ്റാരിലുമില്ല. വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് പ്രവാചകൻ അവരോട് പറഞ്ഞത്. തഖ്വ ചെയ്യണം, മുത്തഖീങ്ങളായി തീരണം. നിങ്ങൾ തഖ്വ ചെയ്യുന്നില്ലേ? സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം. സൂക്ഷ്മതയോടെയല്ലാതെ ഒരു വാക്കും സംസാരിക്കരുത്, ഒരു കാര്യവും ചെയ്യരുത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപദേശിച്ചു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പ്രവാചകനാണ്, ഞാൻ വിശ്വസ്തനാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. കാരണം അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ അനുസരിച്ചാൽ അല്ലാഹുവിനുള്ള അനുസരണയായി നിങ്ങളുടെ ഇഹപര വിജയത്തിനുള്ള വഴി തുറന്നു തരികയാണ്. ഇത് വളരെ ഗൗരവമുള്ള ജോലിയാണ്, ഭാരമുള്ള കാര്യമാണ്. എന്നാലും നിങ്ങൾ എനിക്ക് ഒരു പ്രതിഫലവും തരേണ്ടതില്ല. പ്രതിഫലം അല്ലാഹുവിലാകുന്നു. ഓരോ പ്രവാചകന്മാരും അതാത് കാലത്തെ ജനങ്ങളോട് ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് തുടരും.
വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.